ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിട്ടുള്ള റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഗൾഫ് കൺട്രീസിലുള്ളവർക്കുള്ള ഒരു ടിപ്പുമായിട്ടാണ്. അധിക പേർക്കും അറിയുമായിരിക്കും ഈ ടിപ്പ്, എന്നാൽ അറിയാത്തവർക്കുള്ളതാണിത്. ഇവിടെ ഈന്തപ്പഴം പഴുത്തു വരുന്ന കാലമാണ്. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഈന്തപ്പഴം എന്ന് പറയുന്നത് പഴുത്തിട്ടുണ്ടാവും, എന്നാൽ തൊലിയൊന്നും കറുത്തു പോയിട്ടുണ്ടാവില്ല. മഞ്ഞയും ചുവപ്പും എല്ലാം ഉണ്ടാവും. ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് മഞ്ഞ ഈന്തപ്പഴം തന്നെയാണ്. നന്നായി പഴുത്ത ഈന്തപ്പഴം ഇതുപോലെ ഇരിക്കും. ഈ ഈന്തപ്പഴം മരത്തിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടെ ഉണങ്ങും. അതിന്റെ പുറംഭാഗം എല്ലാം ബ്ലാക്ക് ടച്ചോട് കൂടിയ ബ്രൗൺ നിറമാകും. അതാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ടിപ്പ് എന്താന്ന് വെച്ചാല്, ഈ ഈന്തപ്പഴം നമ്മൾ കുറച്ച് ദിവസം പുറത്താണെങ്കിലും ഫ്രിഡ്ജിലാണെങ്കിലും വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് കളയും. സാധാരണ അധിക പേരും ചെയ്യാറുള്ളത് അതാണ്. എന്നാൽ നമുക്ക് ഈ ഈന്തപ്പഴം മാസങ്ങളോളം ഒരു കേടും കൂടാതെ സൂക്ഷിക്കാം. നമുക്കിതിനെ ആവശ്യമുള്ള സമയത്ത് എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഒരു കേടും കൂടാതെ 3-4 മാസം നമുക്ക് ഈ ഈന്തപ്പഴം എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. ഇതിന് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. എനിക്ക് കിട്ടിയ ഇങ്ങനെ പഴുത്ത ഈന്തപ്പഴമാണിത്. ഇതിനെ നന്നായി കഴുകിയെടുക്കണം. കഴുകി ഇതിലെ വെള്ളമെല്ലാം ഒരുവിധം പോകണം. അങ്ങനെ വെള്ളമെല്ലാം പോയ ഈന്തപ്പഴമാണിത്. ഇനി ഇതിനെ ഞാനൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയാണ്. ഫ്രീസർ പ്രൊട്ടക്റ്റീവ് കണ്ടെയ്നർ സൂക്ഷിക്കണം. ഇതിനെ അടച്ചു വെക്കാം. ഫ്രീസറിൽ വെച്ചാൽ ഈ ഈന്തപ്പഴം അധികം ഐസ് പിടിക്കില്ല. ആവശ്യമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ ടിപ്പ് എന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.